കുഞ്ഞാപ്പോ എന്താ പയറിന്റെ നുള്ളാണ്. ആ ശരി, അപ്പൂപ്പത്താടി പറിക്കുക. അപ്പൂപ്പനും ഇത് തടിയാ. അത് പഴയ കാലത്ത് അപ്പൂപ്പൻ താടി വെച്ച് അമ്മൂമ്മൂല്ലേ നിങ്ങക്ക് അല്ല കുഞ്ഞാപ്പോ. പിന്നെ ഇന്നലെ എവിടേക്ക് ചർച്ചയൊക്കെ പോയിട്ട് ഞാൻ കണ്ടു. കണ്ടില്ലേ? എന്നോട് പറയാനേ ഇന്നലെ മൂത്തുമ്മ എല്ലാരും മക്കളും ഒക്കെ നോമ്പറക്കാൻ വന്നല്ലോ. എന്റെ അമ്മ ഏതാ സാധനം എനിക്കറിയോ നോമ്പറക്കാൻ വരുമ്പോ എന്നോട് ആദ്യമൊക്കെ പറഞ്ഞു ആരും വരാതിരുന്നാ മതി എന്നിട്ടാ. ഇപ്പൊ ഉമ്മാക്ക് മനസ്സിലായിക്കണ് നോമ്പറക്കാൻ വന്നിട്ടുണ്ടെങ്കില് ഒരു കായ് കിട്ടുമല്ലോ. ഉമ്മ അങ്ങോട്ട് വിളിച്ചതാണ്. ഇന്നും വിളിക്കും താത്ത നിങ്ങളെന്താ നോമ്പറക്കാൻ വരാത്ത അല്ലെ മുത്താപ്പാനും കാക്ക നിങ്ങള് വരി സെയ്യാനെയും റൊക്കാനെയും കുട്ടികളൊക്കെ കൂട്ടിക്കോടി ഇട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങളിപ്പൊ വരണില്ല എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങളിപ്പൊ വരണില്ല ഇജ്ജ് കുഞ്ഞാപ്പം ഇങ്ങോട്ട് പോരെ ഒരു ദിവസം കൂടി ഒരു ദിവസം ഞങ്ങൾ പോയി. അപ്പൊ ഒരു ദിവസം കൂടി ഇങ്ങോട്ട് പോരേ പറഞ്ഞു. അപ്പൊ ഉമ്മ അറിയാ എന്റെ ഇല്ലായ്മയും ഇല്ലാത്തതൊക്കെ ഞാൻ അറിഞ്ഞോണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. ഇക്കും പുതിയ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല നോമ്പറക്കാൻ നിങ്ങളെ വിളിക്കാന്. നിങ്ങൾ വരീന്ന് അറിഞ്ഞിട്ട് എന്നോട് പറയാന് ഒരെ കൂട്ടി കൊടുന്ന്. അപ്പൊ ഞാൻ അമ്മാടെ ചോദിച്ചു ഇമ്മ വരുന്നതൊക്കെ ശരി ഇങ്ങനത്തെ കായുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്നെ കുഞ്ഞാപ്പോ അതൊന്നും സാധിക്കില്ല പൊരിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിനൊക്കെ തരും. അപ്പൊ ആ കായ് ആയില്ലേ അങ്ങനെ എന്റെ അമ്മ പാവമ്മ സാത്താടെ പോയിട്ട് കടം മേടിച്ച് പൈസ തന്ന് ഇറച്ചി മാത്രല്ല പത്തിരി ഉണ്ടാക്കി ഫ്രൂട്ട്സ് സാധനങ്ങൾ മേടിച്ച് ആരൊക്കെ മേടിച്ച് പൊറാട്ട മേടിച്ച് പിന്നെ പൊരിക്കടിയൊക്കെ മറി പൊരിക്കടി ഉണ്ടാക്കാറിന് ഉള്ളിവാട ഉണ്ടാക്കി ചെറിയ ചെറിയ ഉള്ളിവാട ഉണ്ടാക്കി മീന് മുട്ട ദിവസം ഇല്ലേ അതൊക്കെ ഉണ്ടാക്കി. എന്നോട് അറിയാം നോമ്പ് അറിഞ്ഞിട്ടാ എല്ലാരും നോമ്പ് അറിഞ്ഞിട്ട് എല്ലാരും നോമ്പറന്ന് പോയി. ഉമ്മ പാവട്ടാ ഉമ്മ വിചാരിച്ചു ഇപ്പൊ കായിട്ട് വെച്ച് ഇങ്ങനെ കൊറേ കാത്തു. ഇപ്പൊ തന്നെ മൊത്തമ്മ അറിയാ വിവാത്തുവാ പൈസ ഒന്നും വന്നിട്ടില്ല. ചെക്കന്മാരെ കായൊന്നും വന്നിട്ടില്ല. 26ന്റെ കായ് എനിക്ക് തെരഞ്ഞിട്ട് എന്തായാലും ഇനി സമയം ഉണ്ടല്ലോ ചോദിച്ചു കുഞ്ഞാപ്പൂ രണ്ടാള് പോരണ്ടാ. അപ്പൊ ഉമ്മ പറയാ ഞാന് പൈസ എന്താണ് അങ്ങനെ ആഗ്രഹിച്ചിട്ട് വന്നതൊന്നല്ലേ വിളിച്ചതൊന്നല്ലല്ലോ. ഇതിന്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ നോമ്പറക്കാണ്ടി വിളിച്ചതല്ലേ താത്ത നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുതിട്ടാ നമുക്കൊരു സന്തോഷല്ലേ പറഞ്ഞു. അപ്പൊ പറയുന്നത് ശരി ഞങ്ങള് പോവാട്ടാ പറഞ്ഞിട്ട് ഓര് പോയി. അത് കഴിഞ്ഞിട്ട് ഇന്റെ ഉമ്മാണ്ട് പൊട്ടി കരഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറയും ഇമ്മ അങ്ങനെ വിളിച്ചെത്തി അതിലുണ്ടായി. അപ്പൊ എന്നോട് കുഞ്ഞാപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പൊ ആ കടൊക്കെ ഞാൻ എങ്ങനെയാ വീട്ടാ താത്താക്ക് ഒരു 1000 രൂപയും തന്നൂടെ. ശരിയാണല്ലേ ബാക്കി പിന്നെ കൊടുത്താ പോരായിരുന്നില്ലല്ലേ. അതിന്റെ ഒരു വിളവ് വെക്കണം. വിളവ് നടന്നില്ലല്ലേ. ഇന്നത്തെ കാലത്ത് അധികം വിളവ് നടക്കൂല. അല്ലെങ്കിൽ ഇന്നെ മാതിരി വിളവത്തിയാന്നല്ലേ കടം വിട്ടിട്ട് ഇപ്പൊ എന്റെ കടയിൽ ശരി ഞാൻ മഴ വന്നിട്ട് എനിക്ക് തുണിയും കുപ്പായെടുത്തേക്കും നാളായിട്ട്. അപ്പൊ അതിനൊക്കെ എവിടുന്ന പൈസ അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. കുഞ്ഞാപ്പോ അനക്ക് വല്ല പണിക്കും പോയി പഠിച്ച് ഉമ്മാനെ അങ്ങനെ ആശ്രയിക്കണം. എന്റെ വെയിലാണ് ഇന്നലെ ടിവിയില് പറഞ്ഞത്രേ 11 എന്താ ജില്ലയിലെ ഒന്നും പോവരുതെന്ന്. ജില്ലയൊക്കെ കൊണ്ട് ഇവിടെ എവിടെങ്കിലും പണിക്ക് പോരാ. ജില്ലയിലൊക്കെ വെയിലാണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിക്കണേ. എന്നിട്ട് ഞാൻ പൊള്ളിട്ട് മരിക്കാനോ വല്ലാത്ത ഒരാളെന്നെയാണ്. എത്ര ആൾക്കാര് പണിക്കൊണ്ട് അവരെ മാരില്ല ഞാൻ പൊള്ളി മരിച്ചിട്ടാ. പിന്നെ ടിവിയില് പറഞ്ഞല്ലോ എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ട് അല്ലേ? അതൊന്നും ഇല്ലട്ടാ അങ്ങനെ എന്നോട് ആരെ പറഞ്ഞു. എന്നോട് കൊറേ ആൾക്കാര് ചോദിച്ചിക്കണ് പണിക്കോ പോവാത്തവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും പറഞ്ഞേക്കാം. വേർപ്പിന്റെ അസുഖം ഉണ്ട് എന്നോട് 2-3 ആൾക്കാര് ചോദിച്ചു. ആർക്കും മനസ്സിലായില്ലേ? മനസ്സിലായിക്കണ ഞാൻ ഈ പയറിന്റെ പൊട്ടിക്കണില്ല. ഉമ്മ പറഞ്ഞു ഈ നോമ്പ് കാലത്ത് ഇപ്പൊ അതൊന്നും കൊണ്ടുവരണ്ട ചക്ക നോമ്പൊക്കെ കഴിഞ്ഞ ദിവസം നല്ലതല്ലേ ഇപ്പൊ തിന്നാൻ പറ്റൂല അത്രേ നോമ്പല്ലേ. ഞാൻ അപ്പൂപ്പത്താടി നോക്കിയതാണ് പോവുകയും ചെയ്തു. ഞാൻ പറപ്പിച്ചു വിട്ടില്ലേ ഈ വെയിലത്ത്. അപ്പൊ ഇങ്ങനെ വെയിലുള്ള കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ടൊന്നും പോകണം ചെയ്യലില്ല ഇവിടെ തണലല്ലേ. ഞാൻ പോട്ടെ പറഞ്ഞു. എനിക്ക് ബുദ്ധി ഇല്ലാന്നാരാ പറഞ്ഞു. എന്ത് ബുദ്ധി? ഒന്നുമില്ല
അല്ല ഒന്നുമില്ലാന്നറിയാം. ഞാൻ പോട്ടടാ. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ വരെ പോണോ നോക്കല്ലേ, ആൾക്കാരെക്കൊണ്ട് പറപ്പിക്കരുത് ഇറങ്ങി ഉമ്മ എന്നാ എപ്പോഴും പറയുന്നുണ്ട്. റോട്ടുമൊക്കെ ഇറങ്ങിയിട്ടും കടന്റെ അവിടെ പോയിട്ടും ഒന്ന് വാങ്ങി തിന്നരുത് ഇറങ്ങണം. ഈ പറയുന്ന ഉമ്മാന്റെ വിചാരം ഇത് കായുണ്ട്, ഇത് കായ് വേണ്ട തിന്നാനും മേടിക്കാനൊക്കെ അല്ലേ. എന്നാ ആയിക്കോട്ടെ, പോയിക്കൊന്നാ. ഞാൻ പോയടാ. ആ ആ